അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ ജല്ല വഅലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. ഏറ്റവും സ്നേഹമുള്ള ഇസ്ലാഹി പ്രവർത്തകന്മാരെ, സഹോദരിമാരെ, ഇവിടെ നമ്മുടെ അബൂബക്കർ സിദ്ദീഖ് മദനി, അതുപോലെ അബ്ദുൽ അസീസ് സലഫി, അതുപോലെ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും കാരുണ്യവാനായിട്ടുള്ള പരിശുദ്ധനായ അള്ളാഹുവിൻ്റെ റഹ്മത്തും അനുഗ്രഹവും സദാ വർഷിക്കുമാറാവട്ടെ. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ഒരു സദസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. സഹോദരങ്ങളെ, അഹ്ലൻ വസഹലൻ യാ റമളാൻ എന്നുള്ള പരിശുദ്ധ റമളാൻ മാസത്തിന് സ്വാഗതം ഓതിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ സന്ദർഭത്തിൽ വളരെ ആഴത്തിലുള്ള ഹൃദയസ്പൃക്കായ 1-2 പ്രഭാഷണങ്ങൾ കഴിഞ്ഞു. പരിശുദ്ധ റമളാൻ എന്ന് പറയുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ 9 റമളാൻ മാസങ്ങളിലായിട്ട് നോമ്പ് നോറ്റു എന്നുള്ളതാണ്. മഹാനായിട്ടുള്ള ഇമാം നവവി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ മജ്മൂ ശറഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുകയാണ്, സ്വാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാന 9 സിനീൻ, 9 വർഷങ്ങൾ, 9 വർഷങ്ങളിലെ ആ 9 റമളാൻ നോമ്പുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിച്ചു. ലിഅന്നഹു ഫുരിള ഫി ശഅബാൻ ഫി സനത്തിൽ അസാനി മിനൽ ഹിജ്റ. ഹിജ്റ 2ാമത്തെ വർഷം ശഅബാൻ മാസത്തിലാണ് റമളാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് എന്നുള്ളതാണ്. പ്രവാചകൻ മരണപ്പെട്ടതോ അത് ഹിജ്റ 11 റബീഉൽ അവ്വൽ മാസത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത്. അപ്പോൾ ഹിജ്റ 2 നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു, 11 റബീഉൽ അവ്വലിൽ മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ 9 വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആ റമളാനുകളിലാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുഷ്ഠിച്ചത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ റമളാനിന് നമ്മൾ ലോകത്തുള്ള വിശ്വാസ സമൂഹം എന്തുകൊണ്ടാണ് ഇതിനെ സ്വാഗതം ചെയ്യുന്നത്? റമളാൻ എന്ന് പറയുന്നത് തീർച്ചയായും മനുഷ്യനെ എല്ലാ പാപങ്ങളിൽ നിന്നും കഴുകി ശുദ്ധീകരിക്കുന്ന, അവനെ തിന്മകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് ഒരു വെള്ളവസ്ത്രം കഴുകി ശുദ്ധീകരിക്കുന്നത് കണക്കെ അങ്ങനെ അവൻ്റെ മനസ്സിനെ തിന്മകളിൽ നിന്ന് കഴുകി ശുദ്ധീകരിക്കുന്ന ഒരു മാസം ആയതുകൊണ്ടാണ്. ഇവിടെ ചില സംഗതികൾ നേരത്തെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. ഓരോ ഇബാദത്തുകളും നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ മനുഷ്യനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ സക്കാത്തിൻ്റെ കാര്യം പറയുകയുണ്ടായി, ഖുദ് മിൻ അംവാലിഹിം സ്വദഖതൻ, അവരിൽ നിന്ന് സക്കാത്ത് നീ സ്വീകരിക്കുക, നീ എടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് എന്തിനാണ്? തുതഹിറുഹും വതുസക്കീഹിം ബിഹാ എന്നാണ്. അതായത് അവരെ ശുദ്ധീകരിക്കുവാൻ,
അവരെ സംസ്കരിക്കുന്നതിന് വേണ്ടി എന്നുള്ളതാണ്. പരിശുദ്ധമായിട്ടുള്ള ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കൊണ്ട് സ്വഹീഹുൽ ബുഖാരിയിൽ 1521 നമ്പറായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിവുള്ള ഒരു തിരുവചനമാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുക് റജഅ കമാ വലദതു ഉമ്മു. അതായത് ആരെങ്കിലും അശ്ലീലം പറയാതെ, പ്രവർത്തിക്കാതെ, അധർമ്മം നിർവഹിക്കാതെ, മനഃശുദ്ധിയോടുകൂടെ, ഇഖ്ലാസോടുകൂടെ അവന് ഹജ്ജ് ചെയ്താൽ ആ പരിശുദ്ധ കഅബാലയത്തിങ്കൽ നിന്ന് അവൻ മടങ്ങുന്നത് അവൻ്റെ മാതാവ് പ്രസവിച്ച ആ ദിവസത്തെ ആ പിഞ്ചു കുഞ്ഞ് എത്രമാത്രം പരിശുദ്ധമാണോ, പാപങ്ങളൊന്നും തന്നെ തൊട്ടുതീണ്ടാത്ത ആ കുഞ്ഞിനെ പോലെ ശുദ്ധമായ മനസ്സുമായി കൊണ്ടാണ് എന്നുള്ളതാണ്. അത് ഹജ്ജിനെ സംബന്ധിച്ച് പറഞ്ഞതാണ്. അതുപോലെ ഇസ്ലാം ഇങ്ങനെ മനുഷ്യൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ആ പ്രക്രിയയെ സംബന്ധിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ 222-ാമത്തെ വചനത്തിൽ വയുഹിബ്ബുൽ മുതത്വഹിരീൻ എന്ന് അല്ലാഹു തആല പ്രയോഗിച്ചിട്ടുണ്ട്. അതായത് ശുദ്ധി പാലിക്കുന്നവരെ പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. കേവലം ശരീരത്തിന് പുറത്തുള്ള ശുദ്ധി മാത്രമല്ല, വസ്ത്രങ്ങൾ വൃത്തിയാക്കുക മാത്രമല്ല, നമ്മുടെ മനസ്സുകളിൽ കുറേ കറകളുണ്ട്, നമ്മുടെ മനസ്സുകളിൽ കുറേ കറുത്ത പാടുകളുണ്ട്. ആ കറകളും പാടുകളുമൊക്കെ നമുക്ക് കഴുകണം. അതിന് വാഷിംഗ് മെഷീൻ മതിയാവുകയില്ല, അതിന് സോപ്പ് പൊടിയോ മറ്റുള്ള ലിക്വിഡുകളോ മതിയാവുകയില്ല. അതിന് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ള, മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഇതുപോലെ വിശ്വാസങ്ങളും അതുപോലെ കർമ്മങ്ങളും അതാത്മാർത്ഥമായി ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിനെ നമുക്ക് ശുദ്ധീകരിക്കാനായിട്ട് കഴിയുക. അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പറഞ്ഞല്ലോ, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതുഹിർ. പുതപ്പിട്ട് മൂടി കിടക്കുന്നവനെ നീ എഴുന്നേൽക്കുക, നീ ജനങ്ങൾക്ക് താക്കീത് നൽകുക, നിന്റെ റബ്ബിനെ നീ വാഴ്ത്തുക. വസിയാബക ഫതുഹിർ, നിന്റെ വസ്ത്രം അതൊക്കെ നീ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശുദ്ധീകരണ പ്രക്രിയ, അതിനെ സംബന്ധിച്ച് ഒരുപാട് പരാമർശങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കഅബാലയം പടുത്തുയർത്തിയ സന്ദർഭത്തിൽ മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവരോട് നൽകിയിട്ടുള്ള കരാറിനെ സംബന്ധിച്ച് ആവർത്തിച്ചുകൊണ്ടുള്ള വചനങ്ങൾ സൂറത്തുൽ ബഖറയിലും സൂറത്തുൽ ഹജ്ജിലും നമുക്ക് കാണാനായിട്ട് കഴിയും. വഅഹിദനാ ഇലാ ഇബ്രാഹിം വ ഇസ്മായിൽ അൻ തുഹിറ ബൈതി ലിത്വാഇഫീന വൽ ആകിഫീന വറുക്കഇസ് സുജൂദ്. അതായത് ആ കഅബാലയം, ബൈത്തി എന്നാണ് എൻ്റെ വീട്, എൻ്റെ ഭവനം. അത് തവാഫ് ചെയ്യുന്ന, റുകൂഅ് ചെയ്യുന്ന, ഇഅ്തികാഫിരിക്കുന്ന, സാഷ്ടാംഗം നമിക്കുന്ന, ആരാധനാ കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്ന എൻ്റെ ദാസന്മാർക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരും ശുദ്ധീകരിക്കണം എന്നാണ് അല്ലാഹുവിൻ്റെ കൽപ്പന. സഹോദരങ്ങളെ, എന്താണ് ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അത് ബാഹ്യമായ ശുദ്ധീകരണം മാത്രമല്ല, ആന്തരികമായ ശുദ്ധീകരണമുണ്ട്. അതായത് മനസ്സിനകത്ത് അള്ളാഹുവിന് പുറമെയുള്ള ശക്തികളോടുള്ള പ്രാർത്ഥനകളും ആരാധനകളും നേർച്ചകളും അതുപോലെയുള്ള ശിർക്കൻ വിശ്വാസങ്ങളും ശിർക്കൻ കർമ്മങ്ങളുമൊക്കെ അതൊക്കെ വർജിക്കണം. ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട്, തൗഹീദിൽ അധിഷ്ഠിതമായിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ ഏകത്വം, അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് അതിൽ അടിയുറച്ച് നിന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണ് വിശ്വാസിക്ക് വേണ്ടത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ റമദാൻ എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, നമ്മൾ പള്ളിയോട് കൂടുതൽ അടുക്കുന്ന, അതുപോലെ വിശുദ്ധ ഖുർആനോട് കൂടുതൽ അടുക്കുന്ന, അങ്ങനെ അള്ളാഹുമായി കൂടുതൽ അടുക്കുന്ന ഒരു മാസമാണല്ലോ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം. ഈ വിശുദ്ധ റമദാൻ അത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് എന്ന് നമുക്കറിയാം. സൂറത്തുൽ ബഖറ 2-ാം അധ്യായം 185-ാമത്തെ വചനത്തിൽ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നുള്ള ആ ഒരു വചനം
ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട പവിത്രമായിട്ടുള്ള മാസം ഈ റമദാൻ. ഈ റമദാനിൽ ഖുർആനിൽ നമ്മൾ അതിനോട് ധാരാളമായിട്ട് കൂടുതലായിട്ട് അടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഖുർആൻ ലേണിംഗ് പഠിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ വെളിച്ചം എന്ന് പറയുന്ന നമ്മുടെ ഖുർആൻ പഠന പദ്ധതിയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന പഠിക്കുന്ന പഠിതാക്കളുണ്ട്. അപ്പോൾ ഈ റമദാൻ വന്നു കഴിഞ്ഞാൽ കൂടുതൽ അതിനോടടുക്കുകയാണ്. സഹോദരങ്ങളെ, ഖുർആനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാവുന്ന ഒട്ടനവധി വചനങ്ങളുണ്ട്. ഞാനൊന്നും എല്ലാം ഇവിടെ പറയുന്നില്ല, ഒന്ന് രണ്ടെണ്ണം സൂചിപ്പിക്കുകയാണ്. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞതായിക്കൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാകുന്നു എന്നുള്ളതാണ്. മറ്റൊരു വചനം സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ വായിക്കുക, ഖുർആൻ നിങ്ങൾ പഠിക്കുക. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലിഅസ്ഹാബിഹി, ഖുർആൻ അതിൻ്റെ ആളുകൾക്ക് അന്ത്യനാളിൽ ശുപാർശകനായി കൊണ്ടുവരും എന്നുള്ളതാണ്. അതൊക്കെ വിശദീകരിക്കപ്പെടേണ്ടുന്ന തിരുവചനങ്ങളാണ്. പ്രിയമുള്ളവരെ, ഖുർആൻ പഠിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. നമ്മുടെ സമ്മേളനം വളരെ ഗംഭീരമായി നടക്കുകയുണ്ടായി. സമ്മേളനം എന്ന് പറയുന്നത് ഒരു മൈതാനത്ത് 10,000-കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുക എന്നുള്ള ആ ഒരു സംഭവം മാത്രമല്ല. നിങ്ങൾക്കറിയുമോ, കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള പ്രദേശങ്ങളിൽ 10,000 അമുസ്ലിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷ ഈ സമ്മേളനത്തോടനുബന്ധിച്ച് നൽകാനുള്ള ഒരു പദ്ധതി രൂപീകരിക്കുകയും അതിലേക്ക് ആളുകൾ പങ്കെടുക്കുകയും ചെയ്യുകയുണ്ടായി. നമ്മൾ ഓർക്കണം, ഖുർആനുമായി ബന്ധം, നമ്മൾ ഒരാത്മബന്ധം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. എങ്ങനെയായിരുന്നു മുൻഗാമികൾ ഖുർആനുമായുള്ള ബന്ധം? മഹാനായിട്ടുള്ള ഇമാം ദഹബി റഹിമഹുല്ലാ ഹിജറ 7-ാം നൂറ്റാണ്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥം സിയറു അഅലാമിൻ നുബല എന്ന് പറയും. അതിൽ രേഖപ്പെടുത്തുകയാണ്, അന്ന അബാ മൂസൽ അശ്അരി ഖാൽ, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പ്രഗൽഭനായിട്ടുള്ള ഖുർആൻ പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, ലാ തസ്അലൂനി അൻ ഷൈഇൻ മാ ദാമ ഹാദൽ ഹബ്റു ഫീക്കും, അതായത് നിങ്ങളുടെ കൂട്ടത്തിൽ ഈ മഹാപണ്ഡിതൻ ഉണ്ടായിരിക്കെ എന്നോടൊന്നും തന്നെ ചോദിക്കരുത് എന്നാണ് അദ്ദേഹം ആ മഹാപണ്ഡിതനായിട്ട് ഉദ്ദേശിക്കുന്നത്. മഹാനായിട്ടുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ്. അദ്ദേഹത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഹബ്ർ മഹാപണ്ഡിതൻ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത്. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, വഅൻ മസ്റൂഖിൻ അന്നഹു ഖാൽ ഖാല ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, വല്ലദി ലാ ഇലാഹ ഗൈറുഹു, അല്ലാഹുവാണേ സത്യം, മാ നസലത് ആയത്തും മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിൻ്റെ കിതാബിൽപ്പെട്ട ഒരു ആയത്തും ഇറങ്ങിയിട്ടില്ല, ഇല്ലാ വഅന അഅലമു ഐന നസലത്, എവിടെയാണ് ആ വചനം അവതീർണമായത് എന്ന് എനിക്കറിയാം, വഅഅലമു ഫീമാ നസലത്, എന്ത് വിഷയത്തിലാണ് ആ വചനം അവതരിച്ചത് എന്ന് എനിക്കറിയാം. വലൗ അഅലമു അന്ന അഹദൻ അഅലമു ബികിതാബില്ലാഹി മിന്നി, അല്ലാഹുവിൻ്റെ കിതാബിൽപ്പെട്ട ഒരു വചനം, ഒരു സൂക്തം, അതിനെ സംബന്ധിച്ച് എന്നെക്കാൾ ആർക്കെങ്കിലും കൂടുതലായി അറിയും എന്ന് ഞാൻ അറിഞ്ഞാൽ, തനാലുഹുൽ മതിയു ലഅതൈതുഹു, ഞാനൊരു വാഹനം സംഘടിപ്പിച്ച് ആ മനുഷ്യൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് ആ വിജ്ഞാനം കരസ്ഥമാക്കും എന്നാണ്. മഹാനായിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂടെ അവിടുത്തെ വഹി എഴുതുകയും അങ്ങനെ ഖുർആൻ നല്ലവണ്ണം അറിയുകയും ചെയ്തിരുന്ന പ്രഗൽഭനായ സ്വഹാബിയാണ്. അദ്ദേഹമാണ് പറയുന്നത്. അപ്പോൾ ഖുർആനുമായി അവരുടെ ബന്ധം, ഖുർആനിൻ്റെ വിജ്ഞാനം ശേഖരിക്കാനുള്ള അവരുടെ താല്പര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മഹാനായിട്ടുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തന്നെ പറയാൻ, കാന റജുലു മിന്നാ ഇദാ തഅല്ലമ 10 ആയാത്ത്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു വ്യക്തി 10 ആയത്തുകൾ പഠിക്കുകയാണ് എങ്കിൽ,
ലം യുജാവിസ്ഹുന്ന ഹത്താ യഅരിഫ മആനീഹിന്ന വൽ അമല ബിഹിന്ന. ആ 10 ആയത്തുകൾ കൃത്യമായി മനസ്സിലാക്കാതെ, എന്താണ് അതിൻ്റെ അർത്ഥം, എന്താണ് അതിൻ്റെ ആശയം എന്ന് മനസ്സിലാക്കാതെ, വൽ അമല ബിഹിന്ന, അവയുടെ ആ താല്പര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ ആ ആയത്തുകൾ കടന്നു പോവുകയില്ല എന്നുള്ളതാണ്. ആയത്തിങ്ങനെ കേൾക്കുക, പഠിക്കുക എന്ന് മാത്രമല്ല, അവ ജീവിതത്തിൽ കൊണ്ടുവരും. അതാണ് സ്വഹാബികളുടെ പ്രത്യേകത എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ റമളാനിൽ നമ്മൾ ഖുർആൻ കേൾക്കുമ്പോൾ, ഖുർആൻ പഠിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇതൊക്കെ കേവലം ഒരു പുസ്തക വായനയല്ല, കേവലം പരീക്ഷയിൽ മാർക്ക് നേടാനല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൽ ഇതുകൊണ്ട് മാറ്റമുണ്ടാകണം, പരിവർത്തനമുണ്ടാകണം എന്നുള്ളതാണ്. ഖുർആന് അതുമായിട്ട് ബന്ധപ്പെട്ട പഠനം. നമ്മൾ കേവലം അർത്ഥം പഠിക്കുകയല്ല, നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം, ചിന്തിക്കണം. ഒരായത്ത് പഠിക്കാൻ അതിൻ്റെ തൊട്ട് മുകളിൽ എന്താണ് പറഞ്ഞത്, അതിൻ്റെ ശേഷം എന്താണ് പറഞ്ഞത്, ഈ ആയത്തിൽ പ്രയോഗിച്ചിട്ടുള്ള പദം ഖുർആനിൻ്റെ മറ്റധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്ത് അർത്ഥത്തിലാണ് ഈ ആയത്തിലെ പദങ്ങൾ മറ്റ് സ്ഥലത്ത് മറ്റധ്യായങ്ങളിൽ പ്രയോഗിച്ചിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഖുർആനിലുള്ളത്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിനെ സംബന്ധിച്ച് 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 103-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുകയാണ്, ലാ തുദ്രികുൽ അബ്സ്വാറു വഹുവ യുദ്രികുൽ അബ്സ്വാറ വഹുവൽ ലതീഫുൽ ഖബീർ. അതായത് കണ്ണുകൾ കൊണ്ട്, നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് അവനെ കാണുക സാധ്യമല്ല. എന്നാൽ വഹുവ യുദ്രികുൽ അബ്സ്വാറ, അല്ലാഹുവാകട്ടെ ഈ കണ്ണുകളെ കാണുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് ഈ കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിനെ കാണുക സാധ്യമല്ല എന്ന്. നമുക്ക് മാത്രമല്ല, ഒരാൾക്കും. അതായത് ഏതൊരു വലിയാകട്ടെ, സ്വാലിഹാകട്ടെ, അതുപോലെ തന്നെ അമ്പിയാക്കളാകട്ടെ, ദുനിയാവെന്ന് ഈ കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയില്ല എന്നാണ്. അതായത് അള്ളാഹുവിനെ ഒരിക്കലും കാണൂല എന്നല്ല. ഈ ആയത്തിൻ്റെ ഒരു വിശദീകരണം ഖുർആനിൽ തന്നെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്. അതായത് സൂറത്തുൽ ഖിയാമയിൽ 22-23 വചനങ്ങൾ പറയാൻ, വുജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ. അന്നേ ദിവസം അഥവാ പരലോകത്ത് ഖിയാമത്ത് നാളിൽ ചില മുഖങ്ങൾ, ചില മനുഷ്യർ അവർ പ്രസന്നവദരായിരിക്കും. അവർ തങ്ങളുടെ രക്ഷിതാവിങ്കിലേക്ക് നോക്കുന്നവരായിരിക്കുന്ന, അതായത് വിജയം ഭരിക്കുന്ന സ്വർഗത്തിൻ്റെ അഹലുകാർ, സത്യവിശ്വാസികൾ, അവർക്ക് പരിശുദ്ധനായ റബ്ബിനെ കാണാൻ കഴിയും. അത് ആഖിറത്തിലാണ്, ദുനിയാവിലല്ല. ദുനിയാവിൽ വെച്ച് അല്ലാഹനെ കണ്ടു എന്നൊക്കെ പലരും പ്രഭാഷണങ്ങളിലൂടെ വിളിച്ചു പറയാറുണ്ട്. ശുദ്ധമായ അസംബന്ധമാണ്, ഖുർആൻ വിരുദ്ധ കാര്യമാണ് അവർ പറയുന്നത്. അള്ളാഹു വ്യക്തമായി ഇങ്ങനെ പറയാൻ. എന്തിനേറെ പ്രിയമുള്ളവരെ, മഹാനായിട്ടുള്ള പ്രവാചകന്റെ പത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹാ, അവരോട് ചില ആളുകൾ പറഞ്ഞല്ലോ, ചില ആളുകളൊക്കെ റബ്ബിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു സംശയം. സഹീഹുൽ ബുഖാരിയിലെ 4855-ാമത്തെ വചനത്തിൽ കാണാം, ഒരാൾ വന്ന് ചോദിക്കുകയാണ്, യാ ഉമ്മത്താ ഹൽ റആ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബഹു. മാതാവേ, ഉമ്മയാണല്ലോ, പ്രവാചകന്റെ പത്നിമാര് ലോകത്തുള്ള സത്യവിശ്വാസികളുടെ മാതാക്കളാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മാതാക്കളാണ്. അതുകൊണ്ടാണ് യാ ഉമ്മതാ എന്ന് വിളിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? ഫഖാലത്ത്, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ലഖദ് ഖഫ ശഅരി, നീ ആ പറഞ്ഞ ആ പ്രയോഗം കൊണ്ട് എൻ്റെ രോമം എഴുന്നേറ്റ് വിറക്കുന്നു എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം. ലഖദ് ഖഫ ശഅരി മിമാ ഖുൽത, നീ ആ പറഞ്ഞത് നിമിത്തം, പ്രയോഗിച്ച വാക്ക് നിമിത്തം എൻ്റെ രോമം എഴുന്നേറ്റ് വിറക്കുകയാണ് എന്നുള്ളതാണ്. എന്നിട്ട് പറയാനവർ, മൻ ഹദ്ദസക അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റആ റബ്ബഹു ഫഖദ് കദബ. ആരെങ്കിലും
മുഹമ്മദ് നബി തൻ്റെ റബ്ബിനെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടു എന്നാരെങ്കിലും എന്നോട് പറഞ്ഞുവെങ്കിൽ ഫഖദ് കദബ, അവൻ കളവാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അവർ പാരായണം ചെയ്തു, ലാ തുദ്രികുൽ അബ്സ്വാറു വഹുവ യുദ്രികുൽ അബ്സ്വാർ. സൂറത്തുൽ അൻആമിലെ 103-ാമത്തെ ആയത്ത് അവർ ഓതി എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ എന്തെങ്കിലും സംശയങ്ങൾ അവരോട് ആളുകൾ ചോദിക്കുമ്പോൾ ആദ്യമായിട്ട് മറുപടി പറയുക അള്ളാഹുവിൻ്റെ കിതാബിലെ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ടാണ്. ഖുർആൻ പണ്ഡിതയായിരുന്നു. ഇപ്പോൾ ഒരു സംശയം ചോദിച്ചാൽ ഖുർആനിലെ ആയത്തോതിക്കൊണ്ട് പറയുക എന്നുള്ളതാണ് ആ സലഫുകളുടെ, മുൻഗാമികളുടെ, സ്വഹാബത്തിൻ്റെ രീതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ വ്യത്യസ്ത തലങ്ങൾ, അത് എന്തൊക്കെ അർത്ഥത്തിലാണ് പ്രയോഗിച്ചത്, അതിൻ്റെ അവതരണ പശ്ചാത്തലം എന്ത്, അതിൻ്റെ തൊട്ട് മുമ്പ് എന്ത് പറഞ്ഞു, ശേഷം എന്ത് പറഞ്ഞു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ റമദാനിൽ ആ രൂപത്തിൽ ഖുർആൻ പഠനത്തിന് നിങ്ങൾ തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ നോക്കൂ, ഖുർആൻ ഹിഫ്ലാക്കുന്ന കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അവരോട് പറയാനുള്ളത് ആ ഹിഫ്ള് നന്നാക്കണം എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലെ ഒരായത്തുണ്ടല്ലോ, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഇന്ന ഹാദൽ ഖുർആന മഹ്ജൂറാ. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പരാതി പറയും. എന്താ പരാതി പറയുക? എൻ്റെ നാഥാ, എൻ്റെ ജനത ഈ ഖുർആനിനെ അവഗണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏതൊക്കെ രൂപത്തിലാണ് അവഗണന? സഹോദരങ്ങളെ, ഖുർആനിനെ അവഗണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ അർത്ഥവും ആശയവും അതൊക്കെ പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. സാധിക്കുന്നത്ര മനഃപ്പാഠമാക്കാൻ തയ്യാറാവണം. അതിനെ ബഹുമാനിക്കണം. അത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ അതിനുള്ള സാഹചര്യം ഒരുക്കണം. അങ്ങനെ വിവിധമായ രൂപത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കണം. അപ്പോഴാണ് അതിന് പരിഗണന നൽകി എന്ന് പറയാൻ നമുക്ക് സാധിക്കുക. ഈ റമദാനിൽ ഖുർആൻ പഠിക്കാൻ ആ അർത്ഥത്തിൽ നമ്മൾ തയ്യാറാവണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങൾ നോക്കൂ, ഈ റമദാനിൽ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുന്ന നമുക്ക് അല്ലാഹു ഒരു ചാൻസ് തരികയാണ്. നമ്മുടെ എല്ലാ പാപങ്ങളും അത് അല്ലാഹു പുറത്തു തരാൻ അല്ലാഹു ഒരുക്കമാണ്. പക്ഷെ നമ്മൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഈ റമദാനിനെ ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാവണം. ഒരു ഹദീസിൽ കാണാം, റമദാൻ വന്നാലേ റമദാന് കൊണ്ട് നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന സഹീഹ് മുസ്ലിമിലെ 233-ാമത്തെ വചനത്തിൽ കാണാം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ കാന യഖൂൽ, അവിടെ നിന്ന് പറയുമായിരുന്നു, അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅതു ഇലൽ ജുമുഅതി വറമളാനു ഇലാ റമളാന മുകഫിറാത്തും മാ ബൈനഹുന്ന ഇദജ്തനിബൽ കബായിർ എന്നാണ്. വൻ പാപങ്ങൾ ഒഴിവാക്കുകയാണ് എങ്കിൽ ഒരു 5 നേരത്തെ നമസ്കാരങ്ങൾ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, അതുപോലെ തന്നെ ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ, ഇവക്കിടയിലുള്ള പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരും. അവക്ക് പ്രായശ്ചിത്തമാണ് എന്നുള്ള നമ്മൾ കൃത്യമായി നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ, റമളാനിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന വലിയ പാപങ്ങളോ അത് പ്രത്യേകമായിട്ട് തൗബ ചെയ്യണം, അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം. ആ കാര്യം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ്, വൻ പാപങ്ങൾ, അതുപോലെ ഫാഹിഷത്ത്, മ്ലേച്ഛമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വെടിയുന്നവർ, ഇല്ലല്ലമം, ചെറിയ സംഗതികൾ, പാപങ്ങൾ ഒഴികെ, അതൊക്കെ അല്ലാഹു തആല നമുക്ക് പുറത്തു തരും. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, തീർച്ചയായും നിന്റെ നാഥൻ അങ്ങേയറ്റം വിശാലമായി പൊറുക്കുന്നവനാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമളാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള അവസരമാണല്ലോ. ഓരോ രാത്രിയിലും നമ്മൾ അല്ലാഹുവിനോട് നരകമോചനത്തിന് വേണ്ടി തേടണം. കാരണം ഹദീസിൽ വന്നിട്ടുണ്ട്, വലില്ലാഹി ഉതഖാഉ മിനന്നാർ, നരകത്തിൽ നിന്ന് അല്ലാഹു തആല നരകവാസികളെ മോചിപ്പിക്കുന്ന
വദാലിക ഫീ കുല്ലി ലൈല, അത് റമളാനിൻ്റെ എല്ലാ രാവുകളിലും അല്ലാഹു തആല അങ്ങനെ ചെയ്യുമെന്നാണ്. നരകത്തിൽ നിന്ന് നരകവാസികളെ മോചിപ്പിക്കുന്ന, അത് ഇമാം ഇബ്നു മാജ തൻ്റെ സുനനിൽ 1339 നമ്പറായി നൽകിയിട്ടുള്ള വചനമാണ്. ചില ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ, റമളാനിൻ്റെ ആദ്യത്തെ 10 കാരുണ്യം, രണ്ടാമത്തെ 10 മധ്യത്തിലെ 10 മഗ്ഫിറത്ത്, വആഖിറുഹു ഇത്ഖും മിനന്നാർ, അവസാന 10 നരകമോചനത്തിൻ്റെ 10 എന്നുള്ളതാണ്. അപ്പോൾ ഈ അവസാനത്തെ 10-ലല്ല നമ്മൾ നരകമോചനത്തിന് വേണ്ടി അപ്പം മാത്രം പ്രാർത്ഥിച്ചാൽ പോരെ, മറിച്ച് റമളാനിൻ്റെ ഓരോ രാത്രിയിലും നരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് ആ ഹദീസ് തന്നെ. അതായത് ഹദീസ് പണ്ഡിതന്മാരോട് ചോദിക്കുന്നുണ്ട്, മാ സിഹ്ഹതു ഹദീസി റമളാന അവ്വലുഹു റഹ്മ വഔസതുഹു മഗ്ഫിറ വആഖിറുഹു ഇത്ഖും മിനന്നാർ. റമളാനിൻ്റെ ആദ്യത്തെ 10 കാരുണ്യത്തിൻ്റെ 10ആണ്, മധ്യത്തിലെ 10 മഗ്ഫിറത്തിൻ്റെ 10ആണ്, അവസാന 10 നരകമോചനത്തിൻ്റെ 10ആണ് എന്നുള്ള ഹദീസിൻ്റെ സിഹത്ത്, അതിൻ്റെ സ്വീകാര്യത എത്രത്തോളമാണ് എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് നൽകുന്ന മറുപടി ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറയുന്നത് ഹദീസുൻ മുൻകറുൻ എന്നാണ്, വെറുക്കപ്പെട്ട വചനം എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓതിയിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഇബ്നു മാജയുടെ ആ വചനത്തിൽ പറയുന്നത് റമളാനിൻ്റെ ഓരോ രാവിലും നരകമോചനത്തിൻ്റെ രാവുകളാണ് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, സഹീഹുൽ ബുഖാരിയിലെ ഒരു വചനം, നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന ഒരു വചനം, അതായത് ഓരോ രാത്രിയിലും, റമളാൻ മാത്രമല്ല എല്ലാ കാലത്തും ഓരോ രാത്രിയുടെയും അന്ത്യയാമങ്ങളിൽ യൻസിലു റബ്ബുനാ തബാറക വ തആല ഇല സമാഇ ദുനിയ, ഒന്നാം ആകാശത്തേക്ക് അതിൻ്റെ രാത്രിയുടെ അവസാനം 1/3 ആകുമ്പോൾ അല്ലാഹു തആല ഇറങ്ങും എന്നുള്ളതാണ്. എന്നിട്ട് ചോദിക്കും, ആരുണ്ടെന്നോട് തേടാൻ, അവൻ്റെ തേട്ടത്തിന്, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. മൻ യസ്തഗ്ഫിറുനി, ആരുണ്ടെന്നോട് പാപമോചനം തേടാൻ, ഫഅഗ്ഫിറ ലഹു, ഞാൻ അവന് പുറത്തു കൊടുക്കുമെന്നാണ്. അപ്പോൾ അങ്ങനെ ആര് പ്രാർത്ഥിക്കുന്നുവോ, ആര് പശ്ചാത്തപിക്കുന്നുവോ, ആര് റബ്ബിനോട് തേടുന്നുവോ, ആ തേട്ടം സ്വീകരിക്കുവാൻ, അവന് ജവാബ് കൊടുക്കുവാൻ അള്ളാഹു തയ്യാറാണെന്നാണ്. അപ്പോൾ ആ ഹദീസ് നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്, നരകമോചനത്തിന് വേണ്ടിയൊക്കെ നമുക്ക് അങ്ങനെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, റമളാനൊക്കെ വന്നിട്ട് നേരായ മാർഗത്തിലേക്ക് കടന്നു വരാതെ എത്രയോ ആളുകളുണ്ട്. നമ്മുടെ നാട്ടിലൊരു ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുഃഖം തോന്നും. അതായത് വിശുദ്ധ റമളാനിൽ പോലും ഒരിക്കലും പറയാൻ പറ്റാത്ത വളരെ അധാർമിക പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇപ്പം എല്ലാവർക്കും അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൻ്റെ ആ പടികൾ കയറുമ്പോൾ ആമീൻ പറഞ്ഞ സംഭവം, അതിലൊന്നെന്താ, ആ മാതാപിതാക്കൾക്ക് സേവനം ചെയ്യാനുള്ള അവസരമുണ്ടായിട്ട് അവർക്ക് ഖിദ്മത്ത് ചെയ്യാതെ, അവരെ ശുശ്രൂഷിക്കാതെ, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാതെ ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി എന്നാണ്. അങ്ങനെ അപ്പോഴോ അവനെ നരകത്തിൽ പ്രവേശിപ്പിച്ചു എന്നാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, അവനെ റബ്ബിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റട്ടെ എന്നാണ്. എന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ അങ്ങ് ഈ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയണം. അങ്ങനെ ഞാൻ ആമീൻ പറഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണം, റമളാനുമായി ബന്ധപ്പെട്ട നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളൊരു വചനമാണ്, സഹോദരങ്ങളെ, ഒരു നല്ല കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു സ്കൂൾ അധ്യാപകനായി റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ പ്രായം ചെന്ന് കിടക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു മകൻ മാത്രമാണുള്ളത്, ആണായിട്ട്. പെൺമക്കളുണ്ട്, അതിലും ടീച്ചറും ഒക്കെ ഉണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണ് എങ്കിൽ ഈ ഏക മകൻ, ആ മകന് ഈ പിതാവിന് 19 വയസ്സ് പ്രായമുള്ള മനുഷ്യനാണ്. റിട്ടയർ ചെയ്തിട്ട് ഒരുപാട് കാലമായി, നല്ല ദീനീ രംഗത്തൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് ഓക്സിജനൊക്കെ ഘടിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിശ്രമിക്കുകയാണ്.
ചിലപ്പോൾ പിന്നെ നല്ല ബോധം ഉണ്ടാവും, ചിലപ്പോൾ അത് നഷ്ടപ്പെടും. ആ രൂപത്തിലായി കിടക്കുന്ന പരിതാപകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ആ സന്ദർഭത്തിൽ ചില്ലറ കാര്യങ്ങൾക്ക് വേണ്ടി ആ മകന് ആ കുടുംബത്തോട് തെറ്റി തൻ്റെ ഭാര്യയും കൂട്ടി വേറെ താമസിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, എത്രയോ സംഭവങ്ങൾ ഇതുപോലെ പറയാൻ കൊള്ളാത്ത, അല്ലെങ്കിൽ മനുഷ്യ മനസ്സിൻ്റെ നമ്മുടെ ഹൃദയങ്ങളെ പിന്നെ വേദനിപ്പിക്കുന്ന, അങ്ങേയറ്റം ദുഃഖിപ്പിക്കുന്ന സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിനെ എല്ലാവിധ തെറ്റുകളിൽ നിന്നും കഴുകി ശുദ്ധീകരിക്കുവാൻ നാം തയ്യാറാകണം എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ അതിൻ്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കിയാൽ നമ്മളൊക്കെ ഒരുപാട് മാറേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രാർത്ഥനകൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാനായിട്ട് കഴിയും. അതിലൊരു പ്രാർത്ഥനയാണ് സഹീഹുൽ ബുഖാരിയിൽ 744 ഹദീസിൽ വന്നിട്ടുള്ളത്. അത് പ്രകാരമാണ്: അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്വായായ കമാ ബഅദത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അല്ലാഹുവേ, എന്നെയും എൻ്റെ പാപങ്ങളെയും കിഴക്കും പടിഞ്ഞാറും നീ അകറ്റിയതുപോലെ അകറ്റേണമേ എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണം, കിഴക്കും പടിഞ്ഞാറും എത്ര വിദൂരത്താണോ അതുപോലെ എന്നെയും എൻ്റെ പാപങ്ങളെയും അകറ്റേണമേ എന്ന് ആത്മാർത്ഥമായിട്ടൊരു മനുഷ്യൻ നമസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയ ശേഷം പ്രാർത്ഥിക്കുമ്പോൾ എന്നിട്ട് പറയാൻ: അല്ലാഹുമ്മ നഖ്നി മിൻ ഖത്വായായ കമാ യുനഖ സൗബുൽ അബിയദു മിനദ് ദനസ്. അല്ലാഹുവേ, വെള്ള വസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കുന്നത് പോലെ, കഴുകി വൃത്തിയാക്കുന്നത് പോലെ എൻ്റെ പാപങ്ങളിൽ നിന്നും കഴുകി ശുദ്ധീകരിക്കണമേ. ആ രൂപത്തിലുള്ള പ്രാർത്ഥന നമ്മൾ മയ്യത്ത് നമസ്കാരത്തിൽ, ഇപ്പം മയ്യത്തൊക്കെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും അറിയാം. അതിൽ പറയുന്നത് ഇപ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു, അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നീട് പറയുന്നത് അവിടെയും വഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബറദ് വനഖ്ഹി മിനൽ ഖത്വായ കമാ യുനഖ സൗബുൽ അബിയദു മിനദ് ദനസ്. അതായത് വെള്ള വസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധീകരിക്കുന്നത് പോലെ എൻ്റെ ഇദ്ദേഹത്തെ, ഈ മയ്യത്തിന് നീ എന്ത് ചെയ്യണം? കഴുകി ശുദ്ധീകരിക്കണമേ എന്ന. അപ്പോൾ അത് മരണശേഷം ആ മരിച്ച വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ കഴുകി ശുദ്ധീകരിക്കാനാണ് നമസ്കാരത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുക. പക്ഷേ എന്നിട്ടോ നമ്മൾ ഈ തിന്മകൾ ചെയ്യുക. മാതാപിതാക്കളോട് ഇവിടെ നേരത്തെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് തുർസഖൂന വതുൻസറൂന ബിളുഅഫായിക്കും എന്നാണ്. നിങ്ങൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നത്, നിങ്ങൾക്ക് ഉപജീവനം നൽകപ്പെടുന്നത്, നിങ്ങൾക്ക് സഹായം ലഭ്യമാകുന്നത് നിങ്ങളുടെ കൂട്ടത്തിലെ ദുർബലന്മാർ കാരണമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ പാകപ്പിഴവുകൾ, നമ്മുടെ അപജയങ്ങൾ, നമ്മുടെ വീഴ്ചകൾ അത് തിരുത്താനായിട്ട് നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഒരു കാര്യം കൂടെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കാലം പുരോഗമിച്ച് ഒരുപാട് പുതിയ പുതിയ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ, അങ്ങനെ എന്ത് വരികയാണ് എങ്കിലും ഒരു ഇസ്ലാമികമായിട്ടുള്ള അദബുകളും മര്യാദകളും നമ്മൾ കളഞ്ഞു കുളിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ തലമുറയെ നമ്മൾ ന്യൂജൻ എന്ന് വിളിക്കും. അവരുടെയൊക്കെ ഓരോ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടാൽ അതൊന്നും പല കാര്യങ്ങളും നമുക്ക് യോജിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ മുതിർന്ന ആളുകളിലേക്കും പല തെറ്റായ പ്രവണതകളും കടന്നു വരാറുണ്ട്. ഞാൻ ആ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഈ സന്ദർഭത്തിൽ വിശദീകരിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത്, എന്ത് തന്നെ വരുമ്പോഴും നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതൊക്കെയാണ് ഈ റമളാൻ ഒരു പാഠശാലയാണ്. ഈ റമളാൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ കഴുകി ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞല്ലോ. അതോടൊപ്പം നമ്മൾ ചില അദബുകളും മര്യാദകളും ഇസ്ലാമിക സംസ്കാരങ്ങളും മുറുകെ പിടിക്കാൻ ശീലിക്കാൻ വേണ്ടിയിട്ട് റമളാനിനെ ഉപയോഗപ്പെടുത്തണം. സഹോദരങ്ങളെ, അനിർ റബീഅ ഇബ്നു ഖസിയം അന്നഹു ഖാല ലി അസ്ഹാബിഹി,
മഹാനായിട്ടുള്ള റബീഅ ഇബ്നു ഖസിയം ചോദിച്ചു, തൻ്റെ അനുയായികളോട് ചോദിക്കുകയാണ്, മദ്ദാഉ വമദ്ദവാഉ വമശ്ശിഫ, എന്താണ് രോഗം, എന്താണ് മരുന്ന്, എന്താണ് ഔഷധം, ശമനം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഖാല, രോഗം എന്ന് പറഞ്ഞാൽ അദ്ദാഉ അദ്ദുനൂബ്, രോഗം എന്ന് പറഞ്ഞാൽ പാപങ്ങളാണ്, തിന്മകളാണ്. വദ്ദവാഉ, അതിനുള്ള മരുന്നെന്ന് പറയുന്നത് അൽ ഇസ്തിഗ്ഫാർ. നമ്മുടെ രോഗങ്ങൾ, ആ രോഗത്തിനുള്ള മരുന്നെന്ന് പറയുന്നത് ഇസ്തിഗ്ഫാർ ആകുന്നു. അഥവാ പാപങ്ങൾ കഴുകിക്കളയേണ്ടത് അതിന് ഇസ്തിഗ്ഫാറിനെ ഉപയോഗപ്പെടുത്തണം. വശിഫ, അതിനുള്ള ഒരു ഔഷധം അല്ലെങ്കിൽ ശമനം എന്ന് പറയുന്നത് അൻത തൂബ ഫലാ തഊദ്, നീ ആ പാപങ്ങളിൽ നിന്ന് ഖേദിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് പശ്ചാത്താപിച്ചുകൊണ്ട് മടങ്ങുക എന്നുള്ളതാണ്. ഫലാ തഊദ്, ആ പാപത്തിലേക്ക് നീ മടങ്ങരുത്, ആ അധാർമികതയിലേക്ക് പിന്നീട് നീ മടങ്ങരുത് എന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ എന്ത് തെറ്റുകൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട് എങ്കിലും അതൊക്കെ പുറത്തു തരാൻ റബ്ബ് ഒരുക്കമാണ്. അത് പുറത്തു തരാൻ റബ്ബ് തയ്യാറാണ്. സൂറത്തു സുമറിലെ 53-ാമത്തെ വചനം, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീആ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, നബിയോട് പറയാൻ വേണ്ടി, ജനങ്ങളോട് ഉത്ബോധനം നടത്താൻ വേണ്ടി പറയാ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സുകളോട് അതിരുവിട്ട് പ്രവർത്തിച്ചിട്ടുള്ള പാപികളായ ദോഷികളായിട്ടുള്ള ദാസന്മാരെ, നിങ്ങൾ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീആ, നിശ്ചയം അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്നാണ്. സഹോദരങ്ങളെ, മഹാനായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രത്തോളം പാപങ്ങൾ പൊറുക്കുമെന്ന് വീണ്ടും വീണ്ടും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം തിർമിദിയുടെ ഒരു വചനത്തിൽ 3540-ാമത്തെ വചനത്തിൽ കാണാൻ വേണ്ടി കഴിയും. ഖുദ്സിയായിട്ടുള്ള ഹദീസാണ്. ഖാല അല്ലാഹു തബാറക വ തആല യബ്ന ആദം, ആദമിൻ്റെ സന്തതി എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. അതിൽ കാണാം, യബ്ന ആദം ലൗ ബലഗത ദുനൂബുക അനാനസ് സമാ, ആകാശം മുട്ടേ നീ പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിലും, സഹോദരങ്ങളെ, ആകാശത്തോളം അത്രമാത്രം പാപങ്ങൾ നീ ചെയ്തിട്ടുണ്ടെങ്കിലും, സുമ്മസ്തഗ്ഫർതനി, പിന്നീട് നീ എന്നോട് പാപമോചനം തേടിയാൽ, ഗഫർതു ലക വലാ ഉബാലി, നിന്റെ പാപങ്ങളുടെ എണ്ണവും അതിൻ്റെ കണക്കുമൊന്നും നോക്കാതെ അതൊന്നും പരിഗണിക്കാതെ ഗഫർതു ലക, ഞാൻ നിനക്ക് പുറത്തു തരുന്ന. പക്ഷെ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായി കൊണ്ട് പാപമോചനം തേടാൻ നമ്മൾ തയ്യാറാവണമെന്ന. യബ്ന ആദം ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖത്വായാ, ഈ പ്രവിശാലമായ ഭൂമിയോളം തിന്മകൾ ചെയ്തിട്ടാണ് നീ എൻ്റെ അടുക്കൽ വരുന്നത് എങ്കിൽ, സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈആ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, ശിർക്ക് ചെയ്യാതെ നീ എന്നെ കണ്ടുമുട്ടുന്നുവെങ്കിൽ നിനക്ക് ഞാൻ അതൊക്കെ പുറത്തു തരും എന്നാണ്. അപ്പോൾ ആ രൂപത്തിൽ അല്ലാഹു തആല നമുക്ക് പുറത്തു തരും. പക്ഷേ നമ്മളെന്ത് ചെയ്യണം? ആത്മാർത്ഥമായിട്ട് പൊറുക്കലിനെ തേടണം. അപ്പോൾ ഈ റമദാൻ അങ്ങനെയുള്ള നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഒന്ന്, ഖുർആനുമായി ബന്ധപ്പെട്ട് ഗുണകരമായ രൂപത്തിൽ അത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ട്, ഇസ്ലാമികമായിട്ടുള്ള മര്യാദകൾ, അദബുകൾ, സംസ്കാരങ്ങൾ, ഷിആറുകൾ ചോർന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മൾ അങ്ങനെ ആയിക്കൂടെ. നമ്മൾ എന്ത് ചെയ്യണം? ആ ഇസ്ലാമികമായ മര്യാദകളും സംസ്കാരങ്ങളും അടയാളങ്ങളുമൊക്കെ പിന്നെ പാലിച്ച് ജീവിക്കുന്ന ആളുകളായി മാറണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ, ഇവിടെ പറഞ്ഞല്ലോ, സ്വർഗക്കാർ കടന്നു പോകുന്ന ഒരു വാതായനത്തിൻ്റെ പേര്, അതായത് സ്വർഗീയ ലോകത്തേക്ക് കടന്നു പോകുന്ന റയ്യാൻ എന്ന്
പറയുന്ന ഒരു കവാടത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. പ്രിയമുള്ളവരെ, ആ അർത്ഥത്തിൽ നന്മ നിറഞ്ഞ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഈ റമദാനിനെ ധന്യമാക്കിക്കൊണ്ട് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗീയ ലോകത്തേക്ക് കടന്നു പോകാനുള്ള യോഗ്യത നമ്മൾ നേടിയെടുക്കുക. അർഹമുറാഹിമീനായ റബ്ബ് അതിന് നമുക്ക് അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. എല്ലാ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ നാഥ ഞങ്ങൾക്ക് നീ സന്മനസ് പ്രദാനം ചെയ്യണമേ. ഈമാനും തഖ്വയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين وصلى الله وسلم على نبينا محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.